എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം 1:30-2 മണിയുടെ അടുത്തായി. കിടന്നപ്പോൾ 2-2:30 അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈഫ് വയറ് വെച്ചിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്നാൽ കാലത്തത്തെ പാചകം ഞാനാണ്. അപ്പോൾ ഒരു നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് ഓർത്ത്. അപ്പോൾ എന്നാൽ ആ നൂഡിൽസ് ഉണ്ടാക്കണം നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് ഓർത്തപ്പോൾ ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ അങ്ങനെ ആ നൂഡിൽസ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് ഓർത്തപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി. നമുക്കൊന്ന് കണ്ടാലോ. ഞാൻ ഇപ്പിയുടെ ഒരു പാക്കറ്റ് നൂഡിൽസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം, അതൊന്ന് വേവിച്ചെടുക്കണം. ഇതിങ്ങനെ ഒരുമാതിരി അങ്ങോട്ട് വേവിക്കും. എന്നിട്ട് നമുക്ക് ഊറ്റാട്ടാ. എന്നിട്ട് ഊറ്റിയിട്ട് ഇത്തിരി പച്ചവെള്ളം അതിൻ്റെ മുകളിൽ കൂടെ വെച്ചിട്ട് ഒരു ശകലം വെളിച്ചെണ്ണ അത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ വെച്ചാൽ ഒട്ടി പിടിക്കില്ല. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ക്യാബേജ്, ക്യാരറ്റ്, പച്ചമുളക്, സവോള, പിന്നെ ഡാർക്ക് സോസ്, ഇത്തിരി മുളക് പൊടി, പിന്നെ അതിൻ്റെ തന്നെ മസാല, ഒരു 3 മുട്ട. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ക്യാബേജും ക്യാരറ്റൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തോട്ടെ. അങ്ങനെ ഇത്ര കണക്കൊന്നുമില്ല. നമ്മൾ നേരത്തെ തട്ടുകട നടത്തിയത് കൊണ്ടും തട്ടുകടയുടെ സാധനങ്ങൾ, സ്റ്റൗവ്, പാത്രങ്ങൾ ഇതൊക്കെ ബാക്കിയുള്ളത് കൊണ്ടും നമ്മൾ ഈ സെറ്റപ്പിൽ അങ്ങോട്ട് വെക്കാമെന്ന് ഓർത്തന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കടായി പാത്രത്തിലൊക്കെ വെക്കുമ്പോഴാണ് ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലേക്ക് മാറുക. നമ്മൾ സാധാ പാത്രത്തിൽ വെച്ചാൽ അത്ര ചൂട് കിട്ടില്ല. ശരിക്കും പറയുന്നതിന് ശരിക്കും ചൂട് കിട്ടണം. ശരിക്കും 2 ടൈപ്പിൽ ഈ നൂഡിൽസ് ഉണ്ടാക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട്, പക്ഷേ വെള്ളം ഒഴിച്ചിട്ട് എല്ലാവർക്കും താല്പര്യം വരില്ല. നമുക്ക് ഫ്രൈഡ് റൈസ് പോലെ കിടക്കുമ്പോഴാണ് ആ നൂഡിൽസിലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റൈലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ഒന്ന് ഫ്രൈ പോലെ ആവേണ്ടതാണ്. എന്നിട്ട് ഈ വക സാധനങ്ങളെല്ലാം കൂടി അങ്ങോട്ട് തട്ടി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തരി ഉപ്പിട്ട് കൊടുക്കണം. കാര്യം ഇതിനധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ മുട്ട അടിച്ചു വെച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഒരു തരി ഉപ്പിട്ട് കൊടുക്കണം. മറ്റേ നൂഡിൽസിൻ്റെ ആ മസാലയ്ക്കകത്ത് ഉപ്പുണ്ടാവും. നന്നായിട്ട് കളറ് മാറി വരണം കേട്ടോ. നല്ല ഒരുവിധം നല്ലൊരു പാകമായിട്ട് വരണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കരിയാൻ പാടില്ല. കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. തീ കുറച്ച് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് വകഞ്ഞ് മാറിയിട്ട് നമ്മുടെ മെയിൻ ഐറ്റം ഉണ്ട് മുട്ട. അത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. ഇനി അതൊന്ന് പതുക്കെ ചിക്കി എടുക്കണം. ഇങ്ങനെ ചിക്കി എടുക്കുക. ഇങ്ങനെ നായ മൊത്തം കൂടി ഒരുമിച്ചിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇത് ഏകദേശം ഈ പരുവൊക്കെ ആയി വരും. ഈ അടിയിലുള്ള ഒട്ടിപ്പിടിച്ചൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പകഞ്ഞ് മാറ്റുക. എന്നിട്ട് പതുക്കെ തീ അങ്ങോട്ട് കൂട്ടുക. ഇത് തന്നെ പരിപാടി. കരിക്കരുത്. കരിക്കാണ്ട് എന്ത് വേണേൽ ചെയ്യാം. അപ്പോൾ കൂടുതൽ ഡ്രൈ ഫ്രൈ ആയിട്ട് വന്നു. അപ്പോൾ നല്ല ഡ്രൈ ഫ്രൈ ആയി.
എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഇത് കണ്ട വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കണേ നൂഡിൽസാണ് തട്ടി കൊടുക്കുക. നമ്മൾ മലയാളികളായതുകൊണ്ടും എരിവ് നമുക്കൊരു വിഷയമില്ലാത്തതുകൊണ്ടും ഇത്തിരി മുളക് പൊടിയാണ് തട്ടി കൊടുക്കുക. എന്നിട്ട് ഇതാ അതിൻ്റെ മസാലകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കൽ തുടങ്ങുക. എന്നിട്ട് ഇച്ചിരി ഡാർക്ക് സോസ് ഇതുപോലെയാണ് ചുറ്റി ചോദിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ കേട്ടോ, ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. എന്നിട്ട് വീണ്ടും ഇളക്കൽ. ഇളക്കൽ തുടർന്നുകൊണ്ടിരിക്കുക. ഇത് കണ്ട ഇതേ പാകത്തിനാകുമ്പോഴത്തേക്കും നിർത്തി ഇത്തിരി സവോളയൊക്കെ മുകളിലിട്ട് വേണമെങ്കിൽ ഇത്തിരി സോസൊക്കെ ഒഴിച്ച് കഴിക്കുക. ഓക്കെ, ഇത് ഇങ്ങനെയായിരിക്കും സാധനം ഇരിക്കുക. എൻ്റെ ക്യാമറ അത്ര വലിയ തെളിച്ചൊന്നുമില്ല, എത്രത്തോളം നിങ്ങൾക്ക് കാണണമെന്നറിയില്ല. എന്തായാലും നല്ലൊരു ടേസ്റ്റുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതുപോലെ മാസം അവർക്ക് എന്തെങ്കിലും ഒരു വയറുവേനയൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ദിവസവും അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടണം. അപ്പോൾ അവർക്ക് വേണ്ടി ഇതുപോലെ എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ, ലൈക്കും ചെയ്തേക്കണേ. ഓക്കെ, ബൈ.